ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇന്ന് നേരിടുന്ന ഒരു ദുരവസ്ഥ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വ്യാജ ആരോപണങ്ങളും നേരിടേണ്ടി വരുന്നു എന്നതാണ്. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും ഒക്കെ ഉണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ അങ്ങ് ഒരുപാട് നേരിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പതരാതെ നേരിടാൻ പ്രാപ്തനാക്കിയത് അങ്ങയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണോ, അത് മറ്റു ജീവിതാനുഭവങ്ങളാണോ? അത് നമ്മുടെ മനസ്സെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുത്. നിങ്ങളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിൻ്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു അംശത്തിൻ്റെ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. ഒന്നുമില്ലാത്തൊരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ പേരിലുള്ളതാണെന്ന് വന്നിരുന്നു. ഒരു വീട് തന്നെ കാണിച്ചുകൊണ്ട് അത് എൻ്റെ വീടാണ് എന്ന്, മറ്റൊരാളുടെ വീട് എൻ്റെ വീടാണെന്ന് കാണിച്ചുകൊണ്ട് വാർത്തകൾ വന്നു. ആ വീട്ടുടമ തന്നെയാണ് എന്നെ അറിയിക്കുന്നത്, ഇതെൻ്റെ വീടാണ്, നിങ്ങളുടെ വീടല്ല. ഇങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത്. പിന്നെ സിംഗപ്പൂര് കമല ഇന്റർനാഷണൽ, അങ്ങനെ ഒരു കമ്പനിയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒരു തരത്തിലും ബാധിക്കേണ്ട കാര്യമില്ല. അതിന് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്, തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം, ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, മുൻപ് അന്ന് ഞാൻ മന്ത്രിയൊന്നുമല്ല, ഞാൻ പിന്നെ പാർട്ടിയുടെ ഒരു പ്രധാനിയായിട്ട് നിൽക്കുന്ന കാലമാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ വേണം. ഒരാളുടെ മകനാണ്, പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാനത് ബന്ധപ്പെട്ട ആളെടുത്ത് പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടക്ക് നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇത് വരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്ക് വീട്ടിലെത്താൻ വേണ്ടി ചിലപ്പോൾ പുഴ കടന്നു പോകണം. ഇപ്പോൾ രാത്രി ചിലപ്പോൾ 11 മണി വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തെ പോയി വിളിച്ചിട്ട്, ഇദ്ദേഹമാണ് തോണി എന്നാണ് നമ്മൾ പറയുക, വഞ്ചിക്ക്, ആ തോണിയിൽ ഇങ്ങോട്ട് കടത്തുന്നത്. അങ്ങനെ ബന്ധമുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ എന്നെ അറിയുന്ന ആളാണ്. പക്ഷേ ഒരു 2-3 തവണ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ദിവസം എന്നോട് പറയാണ്, അല്ല ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാ എന്ന് പറയും. അപ്പൊ എനിക്കത് പെട്ടെന്ന് എനിക്ക് മറ്റൊരു തോന്നലും ഉണ്ടാകുന്നില്ല. നിങ്ങളെന്ത് ചെയ്യാനാണ്, ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ മറ്റെന്തെങ്കിലും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി. എന്താ നിങ്ങൾ പൈസയായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചേ? അതെ. അപ്പൊ ഇന്ന് ഞാൻ കുറെ കൂടി മാറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ നിർത്താം, എഴുന്നേറ്റ് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതത്രേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ, മറ്റൊന്നും നിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോളൂ. അപ്പോൾ പിന്നെ അദ്ദേഹം പോയി അവിടെയുള്ള ആൾക്കാരോട്, എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എനിക്ക് പിന്നെയും വിരോധമില്ല. പിന്നെ ആ പാവത്തിൻ്റെ മകന് പിന്നെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു. ഒരു കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലൊരു ധാരണ. ഇത് ഇങ്ങനെ നമ്മളെ ചെറുപ്പത്തിലെ അറിയുന്ന ആൾക്ക് പോലും ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. അത് നാടിൻ്റെ ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാൻ അന്നും കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയുന്നുണ്ട്, നാളെയും അതിന് മാറ്റം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണ ബോധ്യം. അങ്ങ് ജീവിതത്തിൽ ഏറ്റവും എപ്പോഴെങ്കിലും ഒരു കരഞ്ഞു പോയ സന്ദർഭമുണ്ടോ? അമ്മയുടെ മരണം അതല്ലാതെ? അത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങൾ ധാരാളമുണ്ട്. അത് വേദനിപ്പിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം വിഷമം തോന്നുന്നത് നമ്മുടെ ഒന്നിച്ചുള്ളവരും നമ്മളെ വിട്ടുപിരിയുമ്പോൾ, നമുക്ക് ശേഷം വിട്ടുപിരിയേണ്ടവരാണെന്ന് കരുതുന്നവർ വിട്ടുപിരിയുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ. അതിപ്പോൾ പരസ്യമായിട്ട് തന്നെ പ്രകടമായതാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ആ അനുശോചന യോഗത്തിൽ സംസാരിക്കാൻ, ആ സംസാരം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങേക്ക് ജീവിതത്തിൽ എന്തിനെങ്കിലും ഭയമുണ്ടോ? ഭയം എന്നത്
ആ തരത്തിലില്ല. പക്ഷേ പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. ജീവിതത്തിലെ എന്തിൻ്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാൽ, എൻ്റെ ഒരു കോളേജ് പഠനകാലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു, നല്ല അടുത്ത സുഹൃത്താണ്. അപ്പം ആ വിദ്വാൻ നല്ല വലിയ കാശുള്ള ആളാണ്, സായിപ്പിൻ്റെ മകനായിട്ടുള്ള ആളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാശ് ധാരാളമുണ്ട്. അന്ന് ഈ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് 100 നോട്ടുകൾ എടുക്കുന്നൊരു വിദ്വാനാണ്. അങ്ങനെ കാശുണ്ടാകുന്ന ഒരു വിദ്വാൻ. പക്ഷെ എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. മദ്യപാനത്തിലേക്ക് നീങ്ങി പുള്ളി. അപ്പം ഞാനന്ന് ഒരു വിദ്യാർത്ഥി പ്രവർത്തകനൊക്കെ ആയിട്ട് മാറിയിട്ടുള്ള കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് ശരിയല്ലേ, അത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് വല്ലാതെ പരിധി വിട്ട് പ്രയോഗിക്കുന്നവരെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ബന്ധം അങ്ങ് വിച്ഛേദിച്ചു. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആ ബന്ധം വിച്ഛേദിച്ചത് അയാളെ കൂടുതൽ നാശത്തിലേക്ക് എത്തിച്ചു. അയാൾ വല്ലാതെ തകർന്നുപോയി. തകർന്നൊരു പൂർണ്ണമായ മദ്യപാനിയായി റോഡ് വക്കിലൊക്കെ ഇരിക്കുന്ന സൈസായിട്ട് മാറിയിരുന്നു. അപ്പോൾ അത് പിന്നെ എന്നെ ഒരു കുറ്റബോധത്തിലേക്ക് നയിച്ചിരുന്നു. അത് അന്ന് ഞാൻ അങ്ങനെ വിട്ടിരുന്നില്ലെങ്കിൽ ഞാനുമായിട്ടുള്ള അടുപ്പം തുറന്നിരുന്നുവെങ്കിൽ അയാൾ മദ്യപിക്കുമായിരുന്നു. പക്ഷേ ഇതുപോലൊരു മദ്യപാനിയായിട്ട് മാറില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതാണ് എനിക്കൊരു കുറ്റബോധം തോന്നിയ ഒരു കാര്യം. മറ്റൊന്ന് കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ല.